ഡക്റ്റബിൾ മെഷീൻസിന്റെ ബ്രാൻഡ് കൂടി പറയാം. കാരണം ഇപ്പം ബ്രാൻഡ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ബ്രാൻഡ്സ് ചിലർക്ക് അത്ര അറിവില്ലാത്ത അത് ചോദിക്കാറുണ്ട്. ആ ബ്രാൻഡിന് അതിപ്പോ എക്സാമ്പിൾ എൽ ജി എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, ഡക്റ്റബിൾ മെഷീൻസ് ഉണ്ടോ, LG സ്പ്ലിറ്റ് അല്ലേ ചെയ്യുന്നതെന്ന് ചോദിക്കുക. അതുപോലെ തന്നെ ഹയറും ചോദിക്കാറുണ്ട്. ഹയർ സ്പ്ലിറ്റേ കണ്ടിട്ടുള്ളൂ. ഹയർ അധികം ലോഞ്ച് ചെയ്തിട്ട് അധികം ആയില്ല. പക്ഷെ LG നേരത്തെ തൊട്ടേ ഉള്ളത് അല്ലേ? എൽ ജിയിൽ അതാ ഇൻവെർട്ടറും ഉണ്ട്, നോൺ ഇൻവെർട്ടർ മോഡൽസും ഉണ്ട്. പിന്നെ അതുപോലെ പാനസോണിക് എന്ന് പറഞ്ഞ ബ്രാൻഡ്, പാനസോണിക് അത്യാവശ്യം നല്ല ബ്രാൻഡ്, മെഷീൻസ് ഉണ്ട്. നമ്മുടെ അഭിപ്രായത്തിൽ നല്ല ബ്രാൻഡാണ്. അതിലും ഇപ്പം ഇൻവെർട്ടർ മോഡൽസ് ഇറങ്ങാൻ പോവാണ്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നല്ലേ, നമുക്ക് അത് ലോഞ്ച് ആവും. അതെ. നമ്മൾ ബ്രാൻഡ് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഹെയറിൽ തുടങ്ങാം. ഹെയർ എൻട്രി എന്നുള്ള വോൾട്ടാസ് വരും, പിന്നെ ബ്ലൂ സ്റ്റാർ വരുന്നുണ്ട്, അത് കഴിയുമ്പോൾ ഹിറ്റാച്ചി വരും, പിന്നെ എൽ ജി വരുന്നുണ്ട്. എൽ ജി കഴിയുമ്പം ഡെയ്ക്കിനിലേക്ക് പോവാം. ഡെയ്ക്കിന് പിന്നെ മിത്സുബിഷി ഉണ്ട്, ഓ ജനറല്, ട്രെയിനിന്റെ ബ്രാൻഡ്, ട്രെയിൻ എന്ന് പറഞ്ഞ ട്രെയിൻ അധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരു അമേരിക്കൻ ഐറിഷ് കമ്പനി ബ്രാൻഡ്, കൊളാബിൽ വരുന്ന ഒരു യൂറോപ്യൻ ബ്രാൻഡാണ് അല്ലേ. തോഷിബ വരുന്നുണ്ട്. തോഷിബ ഇന്ത്യയില് തോഷിബ കാരിയർ ജോയിന്റ് വെഞ്ചറിലാണ്. പിന്നെ അവിടെ തന്നെ മൈഡിയ എന്ന് പറഞ്ഞ വേറെ ബ്രാൻഡ് ഉണ്ട്, കരിയറിന്റെ സബ് വരുന്ന റേറ്റ് കുറവാണ്. അങ്ങനെ കുറെ ബ്രാൻഡുകളുണ്ട്. അത് ഈ പറഞ്ഞ ബ്രാൻഡുകൾക്കെല്ലാം VRF ഉണ്ട്. പിന്നെ ചിലറിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ ബ്രാൻഡ് കൂടാണ്ട് യോർക്ക്, ട്രെയിൻ, അങ്ങനെ വേറെ വലിയ ഹെവി ഡ്യൂട്ടി പർപ്പസ് ആണ്. അത് തന്നെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർ. യോർക്ക്, ട്രെയിൻ വരുന്നുണ്ട്, പിന്നെ അതുപോലെ അത് പക്ഷേ വലിയ അത് നിങ്ങൾ റെസിഡൻഷ്യൽ നോക്കുന്നവർ അറിയേണ്ട കാര്യമില്ല. പക്ഷെ എങ്കിലും ജസ്റ്റ് ബ്രാൻഡിനെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും എപ്പോഴും. അപ്പൊ അതിൽ തന്നെ നിങ്ങൾ എന്നിട്ട് നിങ്ങളുടേതായ റിസർച്ച്, നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനെ മോശമാക്കിയും പറയുന്നില്ല, നന്നാക്കിയും പറയുന്നില്ല. ഇത്രയും ബ്രാൻഡ്സ് പേര് പറയാത്ത ബ്രാൻഡ് ഉണ്ട്. ഇപ്പം പല ചെറിയ മെഷീൻസ്, ചെറിയ സ്പ്ലിറ്റേഴ്സ് കൊടുക്കുന്നതെല്ലാം ഡക്റ്റബിളിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ബ്രാൻഡിനെ ഇതാക്കി പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ചിൽ എടുത്തിട്ട് ഫ്രണ്ട് സർക്കിളോ അല്ലെങ്കിൽ നെറ്റിലോ പല ഓപ്ഷൻസ് ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാത്രം ചെയ്യുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കൺസൾട്ടന്റിനെ കോൺടാക്ട് ചെയ്യാം. എപ്പോഴും ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ഡീലറാണെന്ന് വെച്ചോ, എൻ്റെ അഭിപ്രായത്തിൽ ഈ ബ്രാൻഡ് ആയിരിക്കും ഏറ്റവും നല്ലത്. ശരിയല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ മാർക്കറ്റിൽ ഒരു 7 സീറ്റർ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഒരു 5 lakhs മുതൽ 7 സീറ്റർ അവൈലബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ബ്രാൻഡ് പറയുന്നില്ല, 5 lakhs ഏകദേശം ബഡ്ജറ്റ് ബഡ്ജറ്റ് റേറ്റിൽ 7 സീറ്റർ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അവിടെ മുതൽ മേലേക്ക് ഒരു 20 lakhs മേലേക്ക് വരെ 7 സീറ്റർ അവൈലബിൾ അല്ലേ? അപ്പോൾ ഓരോ ബ്രാൻഡ് എന്തിന് നിങ്ങൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് എന്തുകൊണ്ടാണ്, അതിന്റെ ബാക്കി കാര്യങ്ങൾ. 7 lakhs ഒക്കെ അല്ലെ 5 to 7 lakhs ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കിനും അതിൻ്റെതായ വ്യത്യാസങ്ങൾ അതിനുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഒരു വെൻഡറിൽ എടുക്കുമ്പോൾ, ഇപ്പം ഞാൻ ഏറ്റവും ആ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നിൽക്കുന്ന 7 സീറ്റർ വിൽക്കുന്ന ഞാനാണെങ്കിൽ എൻ്റെ കാഴ്ചപ്പാട്, അതായത് സെയിൽസ് നിൽക്കുന്ന വ്യക്തി ആ ബെസ്റ്റ് സാധനം അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നും അത് ഇറക്കി വിടുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ടാർഗറ്റ്. എനിക്ക് പ്രഷറുണ്ട്, എനിക്ക് കമ്പനി നല്ല പ്രഷറുണ്ട്, പ്രൊഡക്റ്റ് ഇറക്കണം, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് വേണം കസ്റ്റമറിനെ കൊണ്ട് എടുപ്പിക്കാൻ, ക്യാൻവാസ് ചെയ്യിക്കാൻ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് ഇതായിരിക്കും. പക്ഷേ നിങ്ങൾ പുറത്ത് പോയി അന്വേഷിച്ച് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്കൊരു ഏകദേശം ഔട്ട്ലൈൻ കിട്ടും ഏതാണ് നല്ല ബ്രാൻഡ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു വെൻഡർ പറയുന്ന മാത്രം അവിടെയും ബ്രാൻഡിൻ്റെ ഓരോ ആ കാർ ഡേയ്സിലെ ഓരോന്നിനും ചിലപ്പോൾ ഓരോ പർപ്പസും ഉണ്ടാവും. 7 സീറ്റർ എൻട്രി ലെവൽ 7 സീറ്റർ വെച്ചിട്ട് നമുക്ക് ഒരു ഫുള്ള് ഹൈ റേഞ്ച് പർപ്പസിലേക്ക് അത് നമ്മൾ പറയുന്നില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറ്റില്ല. അതേ കേസ് തന്നെ നമ്മൾ എസിയിലും വരും. അപ്പം ഞാൻ പറഞ്ഞ 100% ഇതല്ല, ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ്. ഒരു 7 സീറ്റർ കൺസിഡർ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ എൻട്രി ലെവൽ ബ്രാൻഡിന്റെ ആണെങ്കിൽ പ്രൈസിങ് താഴുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു 1 ടണ്ണിന്റെ AC 1 ടണ്ണ് തീർച്ചയായിട്ടും തരാറില്ല. 1 ടൺ എന്ന് പറഞ്ഞ് സെയിൽസ്മാൻ പറഞ്ഞു തന്ന സാധനം തരാറില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക, നിങ്ങളുടേതായ രീതിയിൽ റിസർച്ച് ചെയ്യുക. ഒന്നെങ്കിൽ എപ്പോഴും ഒരു കൺസൾട്ടന്റിനെ ഹയർ ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്ന ഒരു ഫാക്ടറുണ്ട്, നമ്മൾ പ്രോമിസ് ചെയ്യാറുള്ളത്, അതായത് നമ്മളെ ഹയർ ചെയ്താൽ നമ്മുടെ ഫീസ് പ്ലസ് അറ്റ്ലീസ്റ്റ് 1 lakh നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും. അത് വിസിബിൾ ആണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ പേ ബാക്ക് ചെയ്യും. അത് നമ്മുടെ ഗ്യാരണ്ടിയാണ്.
അത് കൊമേഴ്ഷ്യൽ ആയിക്കോട്ടെ റെസിഡൻഷ്യൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഞങ്ങളൊരു ബഡ്ജറ്റ് തരും, അതിനകത്ത് ഒതുങ്ങി തീർക്കാൻ പറ്റുന്ന കേസുകളും ഉണ്ട്. അപ്പം കസ്റ്റമറിന് ട്രസ്റ്റ്ഫുൾ ആയിട്ട് നമ്മുടെ സൈഡിൽ നിൽക്കാം. അപ്പോൾ ഒരു വെൻഡർ പറയുന്ന മാത്രം കേട്ടോണ്ട് ഒരിക്കലും നിങ്ങൾ ആ ഒരു ഫാക്ടറിലേക്ക് പോകാതിരിക്കുക, അല്ലേ? അതെ, തീർച്ചയായിട്ടും അതാണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ വേറെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂളിംഗ് ഇഷ്യൂ. വെച്ച് പോയി കൂളിംഗ് ഇഷ്യൂ. അതെ, ഇപ്പം നമ്മളിപ്പോൾ ലാസ്റ്റ് മന്ത് നമ്മൾ പന്തളത്തെ ഒരു ഹോട്ടലിൽ നമ്മൾ വിളിച്ചിട്ട് പോയായിരുന്നു. അതെ, കൂളിംഗ് ഇഷ്യൂ ആണെന്ന് പറഞ്ഞു. അതെ, അത് ഈ പന്തളത്തെ ഇഷ്യൂ പറയുമ്പോഴത്തേക്കിനും ഏറ്റവും വലിയ ഫാക്ടർ എന്താണെന്ന് അറിയോ? ഇത് ക്ലൈൻറ്റ് പറഞ്ഞത് എനിക്കൊന്നും അറിയില്ല, ഞാൻ പുറത്തായിരുന്നു എന്ന് എപ്പോഴും ക്ലൈൻറ്റ് 2-3 പ്രാവശ്യം പറഞ്ഞു. അദ്ദേഹം പുറത്ത് മറ്റേ എനിക്ക് തോന്നുന്നു ജോബോ ഓറിനോ അങ്ങനെ എന്തോ റിട്ടയർമെൻറ്റ് പ്ലാനായിട്ട് വന്നപ്പോഴത്തേക്കിനും അദ്ദേഹം ഇവിടെ ഒരു ചെറിയ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്താൽ. അപ്പോൾ ഈ യൂസ് ചെയ്ത ബ്രാൻഡ് മോശമൊന്നും അല്ല, അല്ലേ? നമുക്ക് ബ്രാൻഡ് വേണേ പറയാം ഓപ്പണായിട്ട്, ബ്ലൂ സ്റ്റാർ ആണ് യൂസ് ചെയ്തത്. ബ്ലൂ സ്റ്റാർ മോശമല്ല, ബ്ലൂ സ്റ്റാറിൻ്റെ ഇഷ്യൂ ആണെന്നാണ് ക്ലൈൻറ്റ് പറഞ്ഞത്. ക്ലൈൻ്റ് അല്ല, കോൺട്രാക്ടർ പറഞ്ഞു കൊടുത്തത്. അതായത് മെഷീൻ സപ്ലൈ കൊടുത്തു, എല്ലാം ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും സാറേ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്രാൻഡ്, അതിന് അത്രയൊക്കെ കിട്ടുകയുള്ളൂ, ഇങ്ങനെയാ പറഞ്ഞത്. ശരിക്കും ബ്ലൂ സ്റ്റാർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, പക്ഷെ അതിന് അത്ര മോശമാണോ? ഒരിക്കലും അല്ല. ബ്ലൂ സ്റ്റാർ നല്ല ബ്രാൻഡ്. മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് അതിന്റെ മെഷീൻ പ്ലേസ്മെന്റ്. അത് ഈ കോൺട്രാക്ടർക്ക് അറിയത്തില്ല. കോൺട്രാക്ട് ഞാനപ്പോൾ നമ്മളന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഇദ്ദേഹം എല്ലാം പറഞ്ഞായിരുന്നു ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞു? ചില കേസുകളിൽ ക്ലൈൻറ്റ് പറയും എനിക്ക് ഇവിടെ വെക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ചില ചലഞ്ചസ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം, കാരണം വെച്ചാൽ ക്ലൈന്റ് പറഞ്ഞിട്ടാ. ഇവിടെ ക്ലൈന്റ് അല്ല പറഞ്ഞത്, ക്ലൈന്റിന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ഇവിടെ പ്ലേസ് ചെയ്യാവുന്ന. ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഔട്ട്ഡോർ ബാക്ക് ടു ബാക്ക് പോലെ ഒന്നിനൊന്നും ഫേസ് ചെയ്ത രീതിയിലാണ് ഔട്ട്ഡോർ വെച്ചിരിക്കുന്നത്. ഹോട്ട് എയർ നേരെ അടുത്ത മെഷീനിലേക്ക് കട്ട് ഓഫ് ആകുന്നില്ല. അത് തന്നെയല്ല എഫിഷ്യൻസിയും കിട്ടുന്നില്ല, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. അതാണ് അതിന്റെ റീസൺ. അപ്പം ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞ ബ്രാൻഡ്, ഞങ്ങൾ പറഞ്ഞ സമ്മറി ഇത്രയേ ഉള്ളൂ. ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞ ബ്രാൻഡ് മോശമല്ല, അവിടെ ആ കോൺട്രാക്ടർ ചെയ്ത മിസ്റ്റേക്ക് കൊണ്ടാണ് ആ കസ്റ്റമർ ഇപ്പം സഫർ ചെയ്യുന്നത്. റിനോവേഷൻ ഒക്കെ കഴിഞ്ഞ് ഇപ്പം എനിക്ക് തോന്നുന്നു ഇനി ഒരു 10 കൊല്ലത്തേക്കൊന്നും അദ്ദേഹം അതേ തൊടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളിപ്പം കൊടുത്തതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ മെഷീൻ ഒന്ന് മാറ്റി വെക്കാം. അതിന് ഇൻഡോറിന്റെയും പൊസിഷൻ കറക്റ്റ് അല്ല, ആക്ച്വലി കറക്റ്റ് അല്ല, ഹൈറ്റ് കയറ്റി വെച്ചിരിക്കുക. നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഒരു സ്പ്ലിറ്റ് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കിനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജസ്റ്റ് മെഷർമെന്റ് വൈസ് നിങ്ങൾ അതെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ക്ലൈന്റ് ഇനി സഫർ ചെയ്യുക ലൈഫ് ലോങ്. ഇനി അതെല്ലാം പൊളിച്ചു മാറ്റി. നമ്മൾ അന്ന് പറഞ്ഞ എസ്റ്റിമേറ്റ് വെച്ചപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് അത്ര ഇനി സ്പെൻഡ് ചെയ്യാനില്ല, അത് തന്നെയല്ല സീലിംഗിന്റെ 1-2 പീസൊക്കെ കട്ട് ചെയ്യണം, അപ്പൊ അതുകൊണ്ട് വേണ്ട എന്നുള്ള കേസ് തന്നെ പറഞ്ഞു. അപ്പോൾ അതാണ് മെഷീൻ പ്ലേസ്മെന്റ് ആണ് ഒന്നാമത്തെ പ്രോബ്ലം. പിന്നെ നോർമലി ഒരു കൂളിംഗ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ റീസൺ അത് ശരിയാണ്, കറക്റ്റ് എക്സാമ്പിൾ നമ്മൾ കൊടുത്തു. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ചിലപ്പം നല്ല മെഷീൻ ആയിരിക്കും, മെഷീൻ ഒരു കുഴപ്പം ഉണ്ടാവില്ല, പ്ലേസ് ചെയ്തതും കറക്റ്റ് ആയിരിക്കും, എന്നിട്ടും കൂളിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇംപ്രോപ്പർ ആയിട്ടുള്ള സർവീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഗ്യാസ് ലീക്ക് വരാം. ഒരു റീസൺ വേണമെങ്കിൽ പറയാം. അതെ, അത് ഗ്യാസ് ലീക്ക് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്താലേ നമുക്കറിയത്തുള്ളൂ. ഇംപ്രോപ്പർ സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്പ്ലിറ്റിന്റെ കേസിലൊന്നും അത്രയും വലിയ പ്രശ്നങ്ങളില്ല. സർവീസ് ആകെപ്പാടെ ഫിൽറ്റർ ഒരു ക്ലീൻ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ ഹെവി ഡ്യൂട്ടി ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടെ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇനി സ്പ്ലിറ്റിൽ ഒരു കേസ് കൂടി പറയാം. സ്പ്ലിറ്റിൽ നമുക്ക് ഒരു 2 പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ബ്രാൻഡ് വെച്ചു 125 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ ബെഡ്റൂം, 1 ടണ്ണിന്റെ AC ആണ്, അത് മതിയാവുമല്ലോ എന്ന് ചോദിച്ചു. മതിയാണ്, വീഡിയോ കണ്ടിട്ട് വിളിച്ചായിരുന്നു. ആൾക്ക് പക്ഷെ കൂളിംഗ് ഇല്ല ലാസ്റ്റ്. അപ്പൊ അവിടുത്തെ എന്ന് പറഞ്ഞാൽ ബ്രാൻഡിന്റെ ഇതില് 1 ടണ്ണിന്റെ ഔട്ട്പുട്ട് അവിടെ ഇല്ലായിരുന്നു. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ കൂളിംഗ് ഔട്ട്പുട്ട് അവിടെ ഇല്ല. അതുകൊണ്ട് അത് ഫസ്റ്റ് ഫ്ലോറിലും ആയിരുന്നു വീട്, ടെറസ് എന്നുള്ള ഹീറ്റ് നല്ല പോലെ ശരിക്കും അവിടെ 1.2 അല്ലെ 1.5 വരെ. ചിലപ്പം സെയിൽസ്മാന്റെ അറിവില്ലായ്മയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇദ്ദേഹം പോയപ്പോൾ പറഞ്ഞു കാണത്തില്ല ഫസ്റ്റ് ഫ്ലോറിലാണ് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഒരു പക്ഷേ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ നിങ്ങൾ 1 പ്ലേസ് ചെയ്യേണ്ട സ്ഥാനത്ത് 1.2 എന്നുള്ള കോൺഫിഗറേഷൻ കൊടുക്കുന്നത് നന്നായിരിക്കും, അല്ലേ? അത് എപ്പോഴും ഒരു സജഷൻ ആയിട്ട് തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക എന്ന് പറയാനുള്ളൂ. മെയിൻ ഒരു ഫാക്ടറാണ് അണ്ടർ ടണ്ണേജ്. അത് ഫസ്റ്റ് ഫാക്ടറായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അതായത് 5.5 എന്ന് പറയുന്ന ഹെവി ഡ്യൂട്ടി വേണ്ട സ്ഥലത്ത് 4ന്റെ മെഷീൻ പ്ലേസ് ചെയ്യും. ഈ കണ്ടീഷൻ എപ്പോഴും വരുന്ന എന്താണെന്നറിയോ? കൂടുതലും കോമ്പറ്റീഷൻ വന്നു കഴിയുമ്പം പ്രൈസിങ് താക്കാനായിട്ട് മെഷീൻ്റെ ടണ്ണേജ് കുറയ്ക്കും. അപ്പോൾ കസ്റ്റമർ നോക്കുമ്പോഴത്തേനും മെഷീൻ്റെ പ്രൈസ് കുറവാണ്, ഇവരതേ എഴുതുകയുള്ളൂ. ചിലപ്പോൾ ടണ്ണേജോ ഡീറ്റെയിൽ സ്പെക്ക് ആരും ഇപ്പൊ കൊടുക്കാറ്. കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അത് കൈമറിഞ്ഞു പോവാം, കസ്റ്റമർ കമ്പയർ ചെയ്യാൻ എടുക്കുന്നതുകൊണ്ടായിരിക്കാം. അതാണ് നമുക്കത് മനസ്സിലായ ഒരു കേസ് അതാ. അതായത് ഡീറ്റെയിൽ സ്പെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ
ഈ മേലത്തെ കോട്ടിന്റെ ആരുടെയാണോ ലെറ്റർ ഹെഡ് അല്ലേ, ലെറ്റർ ഹെഡ് അങ്ങ് ആദ്യം ഇത് പ്രിന്റ് എടുക്കും, എന്നിട്ട് ഇത് അങ്ങോട്ട് കട്ട് ചെയ്യും. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു കോപ്പി എടുക്കും, എന്നിട്ട് ഈ വരുന്ന ആൾക്കാരോട് ഈ BOQ പ്രകാരം തരാൻ പറയും. അപ്പൊ അങ്ങനെ വരുമ്പം ആദ്യമേ ട്രസ്റ്റ്ഫുൾ ആയിട്ട് വന്ന ആ വെൻഡറാണ് സഫർ ചെയ്യുന്നത്. ആക്ച്വലി അയാൾക്ക് കിട്ടേണ്ട ജോബാണത്. ആ കോൺട്രാക്ടിങ് ഇപ്പം ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈസിങ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു സ്ലൈറ്റ് ഹൈ ആയിരിക്കും, ഒരു 10,000 25,000 ഒക്കെ ഹൈ ആയിരിക്കും. അപ്പോൾ ഈ ഹയറായിട്ട് നിൽക്കുമ്പോഴത്തേക്കിനും മറ്റേ ആൾ നോക്കുമ്പോഴത്തേക്കിനും ഈ ഇപ്പോൾ ബ്രാൻഡും പിന്നെ പറഞ്ഞിരിക്കുന്ന BOQ കറക്റ്റ് ആണെങ്കിൽ ഏകദേശം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു റഫ് പിടിക്കാൻ പറ്റും അല്ലേ, ക്യാച്ച് ചെയ്യാം. ഏകദേശം എത്രയാണ് കൂടുതൽ നിൽക്കാൻ സാധ്യത, ഒരു വേരിയേഷൻ പറയാൻ പറ്റും. ആ വേരിയേഷനിൽ നിന്ന് താക്കണമെങ്കിൽ ഇവർ വന്നിട്ട് പറയും, എന്റെ സാറേ എന്തിനാ അതൊക്കെ കൊടുക്കുന്നത്, ഈ 5.5 ആവശ്യമില്ല, ഇതൊരു ചെറിയ മെഷീനാ, ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ഇങ്ങനെ പറഞ്ഞ കോൺട്രാക്ടർ ഉണ്ട് അല്ലേ. ഇദ്ദേഹം പറഞ്ഞു അതൊരു ഉപദ്രവം ഇല്ലാത്തൊരു മെഷീനാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട് അല്ലേ. അപ്പം ഇദ്ദേഹം എന്നിട്ട് ഈ 5.5 കൊടുക്കേണ്ട സ്ഥാനത്ത് 4 കൊടുത്താൽ മതി പറയും. ഈ 4 കൊടുക്കുമ്പോൾ ആദ്യത്തെ ഒരു വർഷത്തേക്കൊന്നും ഒരു പ്രശ്നമില്ല, കാരണം അതൊരു ബ്രാൻഡഡ് ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ബ്രാൻഡഡ് എന്ന് പറയുന്നതല്ല, ആ ബ്രാൻഡിന് അതിൻ്റെതായ ലെഗസി ഉണ്ടാവും കേട്ടോ. നമുക്കിപ്പം ഇതാക്കി പറയല്ല, ആ ബ്രാൻഡ് ചില ബ്രാൻഡുകൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിരിക്കും. അപ്പോൾ ആ ബ്രാൻഡിൻ്റെതായ ക്വാളിറ്റി അത് കാണിക്കും. അപ്പോൾ ആ 4 ഇയർ ആദ്യത്തെ ഒരു 1 ഇയർ 2 ഇയർ മാക്സിമം എനിക്ക് തോന്നുന്നു കംപ്രസർ വാറണ്ടി, ഹെവി ഡ്യൂട്ടി കംപ്രസർ വാറണ്ടി 3 ഇയർ, ഫുൾ വാറണ്ടിയാണ് 1 ഇയർ വരുന്നത്. അപ്പോൾ ഈ 3 ഇയർ വരെയൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അവിടെയും ഒരു ഇഷ്യൂ ഉണ്ട്. സപ്പോസ് ഡക്റ്റിങ് പ്രോപ്പർ ആയിട്ടല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡക്റ്റിങ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് പല മെത്തേഡിൽ ഫോൾഡിങ് അത് കറക്റ്റ് ആയിട്ടല്ല, അത് നോർമൽ ഒരു സിംഗിൾ സീം മെത്തേഡിലാണ് ചെയ്തതെങ്കിൽ അവിടെ ചിലപ്പോൾ എയർ ലീക്ക് വരാം. അപ്പൊ ആ കൊടുത്ത 4 ടണ്ണിന് എത്ര ശതമാനം ലീക്ക് പോവാം, ഒരു 10 to 15% ലീക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഔട്ട്പുട്ട് 5 ടണ്ണിന്റെ പകരം നമുക്ക് കിട്ടുന്നത് 3 ടണ്ണോ 2.5 ടണ്ണ്. ഒരിക്കലും ഇപ്പം ബ്രാൻഡ് പ്രശ്നമല്ല, ഒന്ന് അണ്ടർ ടണ്ണേജ് ആണ്, രണ്ടാമത്തെ ചിലപ്പോൾ ലീക്ക് വരാം. അല്ല ഇതിൽ ഈ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർ ടണ്ണേജ് ആണ് ഫസ്റ്റ് ഫാക്ടർ അല്ലേ. പിന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മറ്റേ ഡക്റ്റിങ്ങിലൊന്നും കോംപ്രമൈസ് ചെയ്യത്തില്ല അല്ലേ. നല്ല രീതിയിൽ തന്നെ ആയിരിക്കും അവർ മോസ്റ്റ്ലി, എനിക്ക് തോന്നുന്നു 2-3 ഫോൾഡിങ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും ഈ ഡക്റ്റ് ചെയ്യുന്ന ആൾക്കാർ ചെയ്തു കൊടുക്കുന്നത്. ഡക്റ്റ് ചെയ്യുന്നത് ഇന്ന് എൻട്രി ലെവൽ പോലെ ഡെയിലി ലേബർ തൊട്ടിട്ട് കോൺട്രാക്ടിങ് ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ട്, സബ് എടുക്കുന്നവർ വരെ ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് സ്പെക്ക് കൊടുക്കും, ഇവർ ഈ നേരത്തെ പറഞ്ഞ പോലെ അതങ്ങ് മേൽഭാഗം കട്ട് ചെയ്തിട്ട് വേറെ കോട്ട് എടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റ് ഈ റേറ്റ് താക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, 4 ടണ്ണിൻ്റെ മെഷീൻ അങ്ങോട്ട് പ്ലേസ് ചെയ്യും. ഇതായിരിക്കും ഫസ്റ്റ് നടക്കുന്നത്. ഈ 4 ടണ്ണിൻ്റെ മെഷീൻ പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ആദ്യത്തെ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ വലിയ കൂളിംഗ് എഫിഷ്യൻസി കുറയും. പിന്നെ ഇദ്ദേഹം പറയും എനിക്ക് കൂളിംഗ് കുറവാണ്. അത് മാത്രമല്ല ഓരോ വർഷം ചൂട് കൂടുന്നുണ്ടാവും. അതെ, ചൂട് കൂടും. അപ്പം നമ്മൾ എപ്പോഴും കറക്റ്റ് കൊടുക്കുക, ഏറ്റവും പെർഫെക്റ്റ് സൈസിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാരണവശാലും ഒരു വെണ്ടർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇവിടുത്തെ കേസിൽ 5 ടണ്ണിന്റെ പകരം 5.5 പകരം 4 ടണ്ണ് കൊടുത്തു. മെഷീൻ ഓവർലോഡ് എടുക്കും. മെഷീൻ ഓവർലോഡ് എടുക്കുമ്പോൾ കട്ട് ഓഫിന്റെ ടൈമിംഗ് ഇന്റർവെൽസ് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അതിന്റെ ഇൻഡോർ ഫാൻ മോട്ടറിന്റെ അല്ലെങ്കിൽ അതിന്റെ കംപ്രസർ സാരമായിട്ട് ബാധിക്കും. അതെ, അത് തന്നെ ഇദ്ദേഹം ഇത് പ്ലേസ് ചെയ്യുന്ന എന്തിനാണ്, കോസ്റ്റ് കുറയ്ക്കുന്നതിനാണ് അല്ലെ. വെണ്ടറിലെ ഉപരി നമ്മൾ പറയുന്ന കസ്റ്റമർ സൈഡ് പറയാം, കസ്റ്റമർ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് ചെയ്തത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ കോസ്റ്റ് സേവ് ചെയ്യുന്ന ലോങ് ടേം അതായത് ഇതൊരു 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഇതെടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അടുത്ത് ചെയ്യുന്ന ആൾക്കാരല്ല നമ്മൾ ആരും. കാരണം ഇത്രയും വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യല്ലേ. കാരണം മെഷീൻ സൈഡ് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 1 lakh പ്ലസ് അല്ലേ, 5.5 മെഷീൻസിനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ 1 lakh പ്ലസ് മെഷീൻ സൈഡും പ്ലസ് ഡക്റ്റിങ്ങും മറ്റേതും എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതൊരു 5 ഇയറിന് ശേഷം എടുത്ത് മാറ്റി വേറെ പുതിയ റീപ്ലേസ് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല. വൺസ് സീലിങ്ങിനകത്ത് കയറി പോകുന്നതാണ്. അപ്പോൾ അത് വെക്കുമ്പോഴത്തേക്കിനും അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണം ചെയ്യാൻ. ഞങ്ങൾ പ്ലേസ് ചെയ്യുന്ന എല്ലാം തന്നെ നമ്മൾ പറയുന്ന ഒരു 20 ഇയേഴ്സിലേക്ക് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരരുത്. ഇപ്പം നോർമലി മെഷീൻ സൈഡ് ആയതുകൊണ്ട് ഹെവി ഡ്യൂട്ടി ഒക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ടാവാം, പാർട്സ് റീപ്ലേസ്മെന്റ്. അത് നോക്കണ്ട, അതൊരു നമ്മളിപ്പോൾ ഒരു കാർ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ മെയിൻ്റനൻസ് ആയിട്ട് കൂട്ടിയാൽ മതി അല്ലേ. മെയിൻ്റനൻസ് ഒക്കെ കൃത്യമായി ഇൻ്റർവെല്ലിൽ ഓയിൽ ചേഞ്ച് കൊടുക്കുന്നു, ചെറിയ ചെറിയ കംപ്ലയിൻസ് ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യുന്നു. അല്ലാതെ അങ്ങനെ കൃത്യമായി സർവീസ് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും എൻജിൻ ഇഷ്യൂസിലേക്ക് വരാറില്ല. പിന്നെ ഇതിൽ മെഷീനിൽ ഇത് മാത്രമല്ല, ഡക്റ്റ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വേറൊരു സൈഡുണ്ട്. നമ്മളത് മുന്നേ ഒന്നും നമ്മൾ പറയാൻ വിട്ടുപോയൊരു കേസാണ്. ഇപ്പം നേരത്തെ സംസാരിച്ചപ്പോഴൊക്കെ ഡക്റ്റ് ക്ലീനിങ്ങും ചെയ്യുന്നുണ്ട്. അത് നമ്മളെ നാട്ടിൽ അത്രയും അത് ഫെമിലിയർ ആയിട്ട് ചെയ്യാറില്ല. പക്ഷെ പുറത്തൊക്കെ UAE അല്ലെങ്കിൽ പുറത്ത് റോബോട്ടിക് ഡക്റ്റ് ക്ലീനിങ് ആണ് അവിടെ മസ്റ്റ് ആണ്. അവിടെ
ഇത്ര മന്ത്സ് കൂടുമ്പോൾ ഡക്ട് ക്ലീനിങ് നടന്നിരിക്കും. അതെ, അല്ല ഈ മെയിനായിട്ട് ഇപ്പോൾ പറഞ്ഞു വന്നതെന്നു വെച്ചാൽ ഈ കോസ്റ്റ് എഫക്റ്റീവിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് പവർ കൺസംഷനിൽ ലോങ് റണ്ണിൽ കോസ്റ്റ് പോകും. അപ്പോൾ നിങ്ങൾ പെർഫെക്റ്റിലേക്ക് ചെയ്യുക. മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് എന്തിനാ 5.5 കൊടുക്കുന്നത്, 4 കൊടുത്താൽ പോരെ, 4 ഒക്കെ തണുപ്പ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരാളുടെ BOQ എടുത്ത് മറ്റേയാൾക്ക് കൊടുക്കുന്നതിന് പകരം എല്ലാവരും തരട്ടെ. അപ്പം അങ്ങനെ തരുമ്പോൾ ഒരാൾ 5.5 തരുമ്പോൾ ഒരാൾ ചിലപ്പോൾ 4 തരും, അടുത്ത ആൾ വരുമ്പോൾ 5.5 തരും. അപ്പം തന്നെ മനസ്സിലാവും. നിങ്ങൾക്കൊരു റഫ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഇതിനകത്ത് കൂടുതലും ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്ന ടണ്ണേജ് ഏകദേശം സിമിലർ ആയിരിക്കും. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ വേറെയും നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ഡീലേഴ്സ് വേറെയും കാര്യങ്ങൾ പറയാറുണ്ട്. ചില സൈറ്റുകളിൽ കസ്റ്റമർ പറയും കോസ്റ്റ് കുറയ്ക്കാൻ എനിക്ക് ഇത്ര ടണ്ണേജ് മതി എന്ന് പറയും. 1-2 വർഷം കഴിഞ്ഞിട്ട് ആ ആള് തന്നെ ആയിരിക്കും ഈ ഡീലേഴ്സിനെ വിളിച്ച് ചീത്ത പറയുന്നുണ്ട്, അത് തണുപ്പില്ല എന്ന്. അതെ, അങ്ങനത്തെ സിറ്റുവേഷൻസും തീർച്ചയായിട്ടും ഉണ്ട്. അത് എപ്പോഴും ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അത് മെയിനായിട്ട് ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അല്ലേ. വേറെ പിന്നെ ക്വാളിറ്റി ഓഫ് വർക്ക് നമ്മൾ പറഞ്ഞായിരുന്നു, ക്വാളിറ്റി ഓഫ് വർക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്ന മെയിൻ കാര്യങ്ങൾ. പിന്നെ ഇവർക്ക് എന്തെങ്കിലും നമ്മുടെ വ്യൂവേഴ്സിന് എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസോ കമൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്താം. പിന്നെ നമ്മളതനുസരിച്ച് വീണ്ടും മുന്നോട്ട് പ്രോഗ്രാം ചെയ്ത് അതിൻ്റെ ഇതെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ശരി, ഓക്കെ. അപ്പോൾ ബൈ, താങ്ക് യു.